ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് ഉണ്ട് അഖണ്ഡ. അപ്പോൾ അഖണ്ഡയുടെയും ഇതിൻ്റെ സംവിധായകൻ ഒരാളാണ് ബോയപ്പതി ശ്രീനു എന്ന് പറയുന്ന സംവിധായകൻ. അപ്പോൾ ഈ സംവിധായകൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള അഖണ്ഡ എടുക്കുന്ന സമയത്ത് അഖണ്ഡ ഒരു ക്ലാസ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാലയുടെ ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലൊരു കഥയുണ്ടായിരുന്നു, ഇമോഷൻസ് ഉണ്ടായിരുന്നു, ഒക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സംവിധായകൻ. അതുകൊണ്ട് തന്നെ ബാലയെ ഇടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. പുള്ളിയുടെ ഇടി കാണുന്ന സമയത്ത് നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് അതിൽ കഥയുടെ ഒഴുക്കിലെന്ന് പറഞ്ഞു പോവുകയാണ്. പക്ഷേ അഖണ്ഡ 2 വരുന്ന സമയത്ത് കൃത്യമായിട്ടൊരു കഥാപാത്രമില്ല, ഇമോഷൻസ് ഇല്ല. അതേപോലെ തന്നെ ഈ പറയുന്ന ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ത്രൂ ഔട്ട് സിനിമയിൽ ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതായത് കാണുന്ന പ്രേക്ഷകരെ കൂടി ദൈവവിശ്വാസികളാക്കിയേ പറ്റൂ എന്നൊരു നിർബന്ധം ഉള്ളതുപോലെയാണ് സംവിധായകൻ ഇതിൽ ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം ആളുകൾക്ക് ഈ പടം വർക്കാവൂല. അതായത് ഒരു ദൈവപ്പടം, ബാലയനെ കൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മളോട് പറയുന്ന രീതിയിലാണ് സംവിധായകൻ ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ദൈവത്തിനൊരു ട്രിബ്യൂട്ട് പോലെ ബാലയുടെ വക, അപ്പോൾ ആ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റിയൊരു തട്ടുകൊട്ട് പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്തത്. വേണമെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.